ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപയുടെ വർധനവുണ്ടാക്കാൻ സാധ്യത. സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. സപ്ലിമെന്ററി ബജറ്റിലൂടെയായിരിക്കും ഈ വർധന ഉണ്ടാവുക എന്നും ഇതോടെ മൊത്തം പ്രതിരോധ വിഹിതം 7 ലക്ഷം കോടി കവിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഫെബ്രുവരി 1 ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ സായുധ സേനയ്ക്കായി റെക്കോർഡ് 6.81 ലക്ഷം കോടി രൂപ നീക്കിവെച്ചിരുന്നു. ഈ വർഷത്തെ വിഹിതം 9.2% ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വർദ്ധിപ്പിച്ച ബജറ്റ് വിഹിതത്തിന് അംഗീകാരം നൽകും. ഗവേഷണത്തിനും വികസനത്തിനും ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, മറ്റ് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഈ തുക ഉപയോഗിക്കുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. 2014 മുതൽ പ്രതിരോധത്തിന് മോദി സർക്കാർ വൻ പ്രാധാന്യമാണ് നൽകുന്നത്. മോദി സർക്കാർ ആദ്യമായി ഭരണത്തിലെത്തിയതിനു ശേഷമുള്ള ബജറ്റിൽ പ്രതിരോധ മന്ത്രാലയത്തിന് 2.29 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചത്. എല്ലാ സർക്കാരുകളും അനുവദിച്ചതിനേക്കാൾ ഏറ്റവും ഉയർന്ന തുകയാണ് പ്രതിരോധ വകുപ്പിനായി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് പാക് അധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം പാകിസ്ഥാനുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ബജറ്റ് വിഹിതം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ അയൺ ഡോം സംവിധാനത്തെയും കടത്തിവെട്ടുന്ന ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്ത് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഈ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ സംവിധാനവും ലോകത്തിന് മുന്നിൽ നമ്മുടെ പ്രതിരോധ കരുത്ത് വെളിപ്പെടുത്തുന്നതായിരുന്നു. രാജ്യത്തിന്റെ ഭാർഗവാശ്രയം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഈ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചത്. ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മൈക്രോ റോക്കറ്റുകൾ ഈ ആഴ്ച ഒഡീഷയിലെ ഗോപാൽപൂരിൽ സീവാർഡ് ഫയറിംഗ് റേഞ്ചിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരീക്ഷണവും വൻ വിജയമായി മാറി. പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത F-16 വിമാനങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ളതാണ് ആകാശ് മിസൈലുകൾ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത വേളയിലും ഇന്ത്യയുടെ സൈനിക കരുത്തിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.